ആയിരത്തോളം ശരീരങ്ങളെ പുഴയുടെ അടിത്തട്ടിൽ നിന്ന് സംരക്ഷിച്ച് പിടിച്ചവനാണ് നമ്മളുടെ ഈശ്വർ മാൽപേ. നാളെ ഈശ്വർ മാൽപേക്ക് അർജുനുമായി ഗംഗാവലി പുഴയുടെ ആഴങ്ങളിൽ നിന്ന് ഉയർന്നു വരാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഞങ്ങൾക്കൊപ്പം മുബഷിർ പി അക്ബറും അർജുൻ കല്യാടും ഇപ്പോൾ ഷിരൂരിൽ നിന്നും തത്സമയം നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം മുബഷിർ പി അക്ബറിലേക്ക്. മുബഷിർ പി അക്ബർ, നാളത്തെ നീക്കങ്ങൾ എന്തായിരിക്കുമെന്നാണ് നമുക്ക് പറയാൻ കഴിയുക? ഒരു നിമിഷം നമുക്ക് അർജുൻ കല്യാട്ടിലേക്കൊന്ന് പോയി വരാം. അർജുൻ കല്യാട്, നാളത്തെ മിഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ. അരുൺ, അതായത് ഇന്നത്തെ ദൗത്യത്തിന്റെ പോരായ്മകൾ കൂടി പരിഹരിച്ചുകൊണ്ടുള്ള ഒരു ശ്രമകരമായിട്ടുള്ള ദൗത്യം, അതായത് ഒരു പരിപൂർണമായി എല്ലാ സംവിധാനങ്ങളുടെയും ഒരു കോർഡിനേഷനോടുകൂടി നാളെ പരമാവധി സാധ്യതകൾ തേടിക്കൊണ്ട് ഈശ്വർ മാൽപേയെ പരമാവധി പ്രയോജനപ്പെടുത്തും. അദ്ദേഹത്തിന്റെ സേവനം നമുക്ക് ഒരു ഘട്ടത്തിൽ പോലും നമുക്കതിനെ വില കുറച്ച് കാണാം. അല്ലെങ്കിൽ അത്തരത്തിൽ അദ്ദേഹം ഒരു നിസ്വാർത്ഥമായിട്ടുള്ള സേവനമാണ് ഈ ദൗത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന്റെ സാധ്യതകളും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളും ആരാഞ്ഞുകൊണ്ട് ഏതൊക്കെ സാധ്യതകളാണ് പരിശോധിക്കാൻ വേണ്ടി കഴിയുക ഇന്ന് അദ്ദേഹം തന്നെ നേരത്തെ സൂചിപ്പിച്ചു നമ്മളോട്. അതായത് ഇന്ന് ചില മുളവടികളൊക്കെ അവിടെ വെച്ച് കൃത്യമായ ഇതിൽ ലൊക്കേഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ ഈ ഹൈ ടെൻഷൻ ലൈൻ ആ മേഖലയിൽ ഈ മരത്തിൽ കുടുങ്ങിക്കിടക്കുന്നതായി സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ആ ലൈൻ പുറത്തേക്ക് എടുക്കാൻ ശ്രമിക്കുന്ന ഘട്ടത്തിൽ ഈ മരം ഉൾപ്പെടെ അവിടെ നിന്ന് ഒഴുകി പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള ഈ മരവും അതുപോലെ തന്നെ ഈ മണ്ണുകളും ക്രമേണ ഇളകാനുള്ള ഒരു സാധ്യത. അപ്പോൾ ആ ഒരു സാധ്യത കൂടി പരിശോധിച്ചുകൊണ്ട് ആദ്യം ഈ ഹൈ ടെൻഷൻ ലൈൻ അവിടെ കുടുങ്ങിക്കിടക്കുന്ന ഈ ലൈൻ വലിച്ചു മാറ്റാനുള്ള ഒരു ശ്രമം ആദ്യഘട്ടത്തിൽ തന്നെ നടത്തും. അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ ഈ പറയുന്ന രീതിയിൽ ഇതിന്റെ അടിയിലേക്ക് ഡൈവ് ചെയ്ത് പോയി ഈ രീതിയിലുള്ള ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ ഈ മാൽപേയുടെ നേതൃത്വത്തിൽ നടത്തുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും ജില്ലാ ഭരണകൂടത്തിന്റെ അധികാരികളും എല്ലാം തന്നെ വ്യക്തമാക്കുന്നത് നാളെയും ദൗത്യം തുടരുമെന്നുള്ള കാര്യം അവർ പറയുന്നുണ്ട്. പക്ഷേ ഇതിങ്ങനെ അനിശ്ചിതത്വമായി ഇങ്ങനെ നീണ്ടു പോകുന്നതിൽ വലിയ തോതിൽ ഉള്ള ഒരു ആശങ്ക ഇവരെല്ലാവരും പങ്കുവെക്കുന്നുണ്ട്. എത്ര ദിവസം ഇത് നടത്തേണ്ടി വരും എന്നുള്ള ഒരു ആശങ്ക പലരുടെയും ഉണ്ട്. പക്ഷെ എന്നാൽ കൂടി ഒരു ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അർജുൻ എവിടെ, അർജുന്റെ ട്രക്ക് എവിടെ എന്നുള്ള ഒരു ഉത്തരം കണ്ടെത്തുക. അങ്ങനെ ഒരു ഉത്തരം ലഭിച്ചാൽ തന്നെ ഈ റെസ്ക്യൂ ഓപ്പറേഷനകത്ത് കൃത്യമായ തോതിൽ ഒരു വ്യക്തത ഉണ്ടാവും, അല്ലെങ്കിൽ അത്തരത്തിലൊരു ആശ്വാസമാവും എന്നുള്ള കാര്യം കൂടി. ശരി, അർജുൻ കല്യാട്, മുബഷിർ പി അക്ബർ കൂടി നമുക്കൊപ്പം ചേരുന്നു. മുബഷിർ പി അക്ബർ, നാളെയും നമ്മളുടെ MLA-മാർ അവിടെ തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മുഹമ്മദ് റിയാസ് മാത്രമാണ് മടങ്ങിയിരിക്കുന്നത്. കേരള സർക്കാരിൻ്റെ ഒരു സമ്മർദ്ദം കൂടിയുണ്ടോ ഇപ്പോൾ കർണാടക സർക്കാരിൽ ഈ മിഷൻ എന്തു വന്നാലും ഈ ഘട്ടത്തിൽ അവസാനിപ്പിക്കരുത് എന്ന്? തീർച്ചയായും അരുൺകുമാർ, കേരള സർക്കാരിന്റെ വലിയൊരു സമ്മർദ്ദം തന്നെ ഇക്കാര്യത്തിൽ കർണാടക സർക്കാരിന് മേലുണ്ട്. അക്കാര്യം വ്യക്തമാക്കുന്ന ഒരു പ്രതികരണം ഇന്ന് രാവിലെ തന്നെ മന്ത്രി AK ശശീന്ദ്രൻ നടത്തിയിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നടത്തിയ യോഗത്തിൽ ഗോവയിൽ നിന്നും പൻരോഡുകൾ എത്തിച്ചുള്ള തിരച്ചിലിന് നടത്തുമെന്നായിരുന്നു യോഗത്തിലെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം. എന്നാൽ ചില സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അത് ഇവിടെ എത്തിക്കാൻ സാധിച്ചില്ല. അക്കാര്യത്തിൽ അസംതൃപ്തിയുണ്ടെന്ന് മന്ത്രി AK ശശീന്ദ്രൻ തന്നെ പറയുന്നു. ആ നിലയിലൊരു സമ്മർദ്ദം കേരള സർക്കാർ ഈ ഒരു വിഷയത്തിൽ ചുമത്തുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മന്ത്രി മുഹമ്മദ് റിയാസ് ഈ ഒരു മേഖലയിൽ നിന്ന് മടങ്ങിയിട്ടുള്ള ജനപ്രതിനിധികളായ MLA-മാർ ഈ ഒരു മേഖലയിൽ തുടരുന്നുണ്ട്. സ്വാഭാവികമായും തിരച്ചിലിന്റെ ഓരോ നിമിഷവും ഏകോപിപ്പിക്കാൻ MLA-മാർ ഈ ഒരു മേഖലയിൽ ഉണ്ടാകും എന്നുള്ളതാണ്. SP അല്പസമയം മുമ്പ് തന്നെ തിരച്ചിൽ ഈ ഒരു മേഖലയിൽ നാളെയും തുടരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇന്ന് വളരെ പ്രതീക്ഷ നൽകിയ നീക്കങ്ങളൊക്കെ തന്നെ ദൗത്യ സംഘത്തിന്റെ ഭാഗത്തുണ്ടായിരുന്നു. നേരത്തെ അരുൺകുമാർ വിശദീകരിച്ചതുപോലെ തന്നെ ഈശ്വർ മാൽപേയെ പോലെയുള്ളവരുടെ വലിയ പ്രവർത്തനം ഇന്ന് വലിയ പ്രതീക്ഷ പകരുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു നമുക്ക് മുന്നിലെത്തിച്ചത്. നാളെയും ആ നിലയിലുള്ള ഊർജിതമായ പ്രവർത്തനങ്ങൾ തന്നെയാകും ആ ഒരു മേഖലയിൽ ഉണ്ടാകുക. പുഴ കേന്ദ്രീകരിച്ചുള്ള പുഴയിലേക്ക് ഇറങ്ങിയുള്ള പരിശോധന ഉൾപ്പെടെ നാളെ ഉണ്ടാകും. ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അനുകൂലമായ തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു ശിരൂരിൽ ഉണ്ടായിരുന്നത്. മഴയും ശക്തമായ കാറ്റൊക്കെ തന്നെ മാറി നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നാളെയും സമാനമായ ഒരു സാഹചര്യമാണെങ്കിൽ നമുക്ക് ശുഭകരമായ വാർത്തകൾ പ്രതീക്ഷിക്കാം. ആ നിലയിലുള്ള വിവരങ്ങൾ തന്നെ പുറത്തുവരും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിർണായകമായ സിഗ്നൽ കണ്ടെത്തിയ മേഖല കേന്ദ്രീകരിച്ച് തന്നെ നാളെ ഈശ്വർ മാൽപേ ഉൾപ്പെടുന്ന നാവികസേനയുടെ വിഭാഗത്തിന്റെ മുങ്ങൽ വിദഗ്ധരും ആ ഒരു മേഖലയിൽ പരിശോധന നടത്തുന്നത് എന്ന് തന്നെയാണ് നിലവിൽ ദൗത്യ സംഘത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നാളെ ഒരു പക്ഷേ നേരത്തെ തന്നെ ഈ ഒരു പ്രവർത്തനം ആരംഭിക്കും. ഈ ആളുകളൊക്കെ തന്നെ ഈ ഒരു മേഖലയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. സാധാരണഗതിയിൽ ഒരു 9 മണി ആ ഒരു സമയത്തായിരിക്കാം നിലവിലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നാവികസേന തിരച്ചിൽ ആരംഭിക്കാറുള്ളത്. പക്ഷേ ഇന്ന് ഒരു പക്ഷേ ഈശ്വർ മാൽപേയെ പോലെയുള്ളവരുടെ നേതൃത്വത്തിൽ അഹോരാത്രമുള്ള ഒരു പ്രവർത്തനം നാളെ ഒരു പക്ഷേ നേരത്തെ പ്രവർത്തനം ആരംഭിക്കാനുള്ള സാധ്യതയും മുന്നിലുണ്ട് എന്നുള്ളതാണ്. ഒരു സമയം നമുക്ക് പാഴാക്കി കളയാനാവില്ല എന്നുള്ളതാണ് ദൗത്യ സംഘം ഒക്കെ തന്നെ നമ്മളോട് വ്യക്തമാക്കുന്നത്. നാളെ നമുക്ക് വളരെ പ്രതീക്ഷയുള്ള ഒരു ദിവസം തന്നെയാണ് അതുകൊണ്ട്. അരുൺകുമാർ, താങ്ക് യു മുബഷിർ പി അക്ബർ.